ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീഡിയോസൊന്നും ചെയ്യാറില്ല. കാരണം ഒന്നാമത് അറിയാം ഇപ്പോൾ എന്താ നമ്മുടെ ഇന്ത്യയിൽ നടന്നത് എന്നുള്ളത്. കാരണം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തമാണ്. അതുപോലെ തന്നെ അതിൽ മരണപ്പെട്ട ഒരുപാട് ആളുകൾ, എല്ലാവരും മനുഷ്യരാണ്. അപ്പം അത് ആ ഒരു തിങ്കൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ, മനുഷ്യർ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു സംഭവമാണ്. ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളുമായിട്ട് ചിറകേറിയവരാണ് നിമിഷം കൊണ്ട് ഇല്ലാതായത്. അതുകൊണ്ട് എനിക്കെൻ്റെ എല്ലാവരോടും എന്നോട് തന്നെ പറയാനുള്ളത്, അഹങ്കാരങ്ങളോ മറ്റുള്ളതോ ഒന്നിനും ഒരു കാരണമല്ല. നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കൺമുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യർ മൃഗത്തിനേക്കാളും അപ്പുറത്തേക്കുള്ളൊരു രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും പറയുക, അതെന്തായിക്കോട്ടെ, എങ്ങനെയുള്ള ആൾക്കാരായിക്കോട്ടെ, സമാധാനമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിച്ചാൽ നമ്മൾ മറ്റുള്ളവരെന്ന് ചെയ്തു കഴിഞ്ഞാലോ നമുക്ക് ആയുസ് വർദ്ധിക്കും, അല്ലെങ്കിൽ ജീവിതകാലം കൊണ്ട് നമ്മളിവിടെ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളൊരു ചിന്താഗതിയൊന്നും നമുക്കില്ല. നമുക്കറിയാം എന്തായാലും ഒരു നാൾ നമ്മൾ വിട്ടുപോകും. പക്ഷേ ആ ഒരു സമയം വരെ നമ്മൾ നന്നായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, അതായത് അപകടങ്ങൾ തൊട്ട് നമ്മളെ എല്ലാവരെയും ദൈവം കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം മരണപ്പെട്ട എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ഇനിയും ഇത്തരത്തിലൊരു ദുരന്തം നമുക്കില്ലാതിരിക്കട്ടെ, നല്ലൊരു പുലരി തന്നെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.